ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഏറാമല ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ കിടപ്പിലായ മുഴുവൻ രോഗികൾക്കും മെമ്പറുടെ സ്നേഹക്കിറ്റ് നൽകി. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷുഹൈബ് കുന്നത്ത് മെമ്പറുടെ ആശ്വാസ് പദ്ധതി പ്രകാരം കിടപ്പിലായവർക്ക് കിറ്റ് നൽകിയത്. വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്തി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഏറാമല ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ കിടപ്പിലായ മുഴുവൻ രോഗികളുടെ വീട്ടിലും സന്ദർശിച്ച് അവർക്കൊരു സ്നേഹ കിറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രഷർ അതുപോലെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിലെ ഈ 14-ാം വാർഡിലെ എല്ലാ വീടുകളിലും എത്തുന്നത്. നമുക്കറിയാം, കിടപ്പിലായ രോഗികൾ എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രയാസങ്ങളാണ്. പുറം ലോകം കാണാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തായിട്ട് ഈ പാലിയേറ്റീവ് ദിനം ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വീടുകളിലും ചെന്ന് പാലിയേറ്റീവ് രോഗികളെ നേരിട്ട് സന്ദർശിക്കുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകുക എന്നുള്ള നിലക്കാണ് ഈ ഒരു ഗൃഹസമ്പർക്ക പരിപാടി 14-ാം വാർഡ് ആസൂത്രണം ചെയ്തത്. പഞ്ചായത്തിലെ പാലിയേറ്റീവ് സംവിധാനം വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിന് ഈ അവസരത്തിൽ അതിൻ്റെ സിസ്റ്റർ എന്നുള്ള നിലക്ക് അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റർമാരെയും ആശാ വർക്കർമാരെയും അതിൻ്റെ മറ്റുള്ള സഹപ്രവർത്തകന്മാരെയും അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ പ്രവർത്തനം എന്നും ശ്ലാഘനീയമാണ്. കാരണം വിളിക്കുന്ന സമയത്ത് ആ വിളിപ്പുറത്ത് എത്തി അവർക്ക് ആവശ്യമായ കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ്. അത് ഇന്നൊരു കുടുംബത്തിലെ അംഗത്തിന് പോലും ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു പാലിയേറ്റീവാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിലുള്ള പാലിയേറ്റീവ്. ഇതിൽ 14-ാം വാർഡിലെ ഈ കിടപ്പിലായ രോഗികളെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അവർക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ അവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ സിസ്റ്റർ വന്ന് പരിശോധിച്ച സമയത്ത് ഒരു പേഷ്യൻറ്റിന് പ്രഷർ കൂടുതലാണ്. അത് മാത്രമല്ല ഗുളിക കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് വീണ്ടും നിർദ്ദേശം കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഈ ക്യാമ്പയിൻ സഹായിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഈ സ്നേഹ കിറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇനിയും ഇത്തരത്തിൽ ഇപ്പം ഞങ്ങളൊരു വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടിൽ പുറത്ത് വന്നിരിക്കാത്ത സ്ത്രീയാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് പുറത്തേക്ക് വരേണ്ടി വന്നു. അപ്പം അത്തരത്തിൽ പുറം ലോകത്ത് ഒക്കെ അവരെ ഇറക്കാനും അവർക്ക് അങ്ങനെയുള്ളൊരു സൗഹൃദം പങ്കുവെക്കാനും ഈ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവരെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. സ്നേഹക്കിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അതിലപ്പുറത്തായിട്ട് ഞങ്ങൾ കാണുന്നത് അവരെ ഒന്ന് ഈ പുറംലോകവുമായിട്ട് ബന്ധമുണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പാലിയേറ്റീവ് സംഘവും കൂടെയുണ്ടായിരുന്നു. പാലിയേറ്റീവ് സംഘം പരിശോധനയും നടത്തി. ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ രോഗികളെ നോക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് അവരെ വീട്ടുകാർക്കുള്ള പല ബുദ്ധിമുട്ടുകളും കാരണമായിരിക്കും അവരായ രോഗികളെ നോക്കാതിരിക്കുന്നത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും രോഗിയെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മരുന്നും ഭക്ഷണവും കൃത്യമായിട്ട് കൊടുക്കുവാനും ബാക്കി വേണ്ട നിർദ്ദേശങ്ങൾ രോഗിയെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗി ഫുൾ മൂത്രത്തിലാണ് കിടക്കുന്നത്. ആരും നോക്കാനില്ലാതെ, അതായത് ആ രോഗിക്ക് ഭർത്താവോ മക്കളോ ആരുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വീട്ടുകാർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ആ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അത് വാർഡ് മെമ്പറെ വിളിച്ച് അറിയിക്കുകയും അതിനു വേണ്ട മുന്നോട്ടുള്ള നിർദ്ദേശങ്ങൾ
കൊടുക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നത്. പിന്നീട് കയറി ചെല്ലുന്ന സമയത്ത് ആ രോഗി നല്ല രീതിയിൽ തന്നെ ആ രോഗിയെ പരിചരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടുകാർ രോഗിക്ക് നൽകുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. മെമ്പറുടെ കൂടെ വാർഡിലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ഉണ്ടായിരുന്നു. കോട്ടയിൽ കുഞ്ഞമ്മദ്, ദാസൻ വേക്കോട്ടുകുനിയിൽ, വിനോദൻ പുനത്തിൽ, രാജീവൻ AK, ജയന്തി പുത്തൻപുരയിൽ, മിനി കൽഹാര, എരോത്ത് റീന, ശ്രീലത എരോത്ത്, പാലിയേറ്റീവ് പ്രതിനിധികളായ ലിനിഷ, അനി, ആശാവർക്കർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു.